നമസ്കാരം, എൻ്റെ പേര് ശ്യാം. ഞാൻ കോൺസെപ്റ്റ് സയൻസ് സെൻറ്ററിലെ കെമിസ്ട്രി അധ്യാപകരിലൊരാളാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLCയിലെ അവസാന ചാപ്റ്ററായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളാണ്. SSLCയിൽ നമ്മൾ അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പുതിയൊരു ഇതാണ്. അതായത് നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ 9th പഠിക്കുന്നുള്ളൂ. അതായത് ഹൈഡ്രോ കാർബൺസും അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ 9th പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് എപ്പിസോഡിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹൈഡ്രോ കാർബണുകൾ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ കാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അതായത് കാർബണും ഹൈഡ്രജനും അടങ്ങിയ സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ നമ്മൾ 9th പഠിച്ച ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആൽക്കെയിൻസ് ആണ്. സെക്കൻഡ് ആൽക്കീൻസ്. ഓക്കെ, സെക്കൻഡ് വൺ ആൽക്കീൻസ്, തേർഡ് വൺ ആൽക്കൈൻസ് ആണ്. ആൽക്കൈൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ 9th പഠിച്ച അല്ലെങ്കിൽ 9th ക്ലാസ്സിൽ പഠിച്ച ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം ഹൈഡ്രോ കാർബൺസിനെ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകളെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്. അപ്പോൾ ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുല, അതായത് പൊതുവാക്യം നമുക്ക് പരിചയമാണ്. അപ്പോൾ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ CnH2n+2 ആണ്. CnH2n+2 ആണ് ആൽക്കീൻസ്, അതായത് നമ്മുടെ രണ്ടാമത്തെ ഹൈഡ്രോ കാർബൺ. ഓക്കെ, അപ്പോൾ CnH2n. തേർഡ് വൺ ആൽക്കൈൻസ് ആണ്. CnH2n-2. ഓക്കെ, CnH2n-2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 10th പുതുതായിട്ട് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണുകൾ. സെക്കൻഡ് വൺ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണുകൾ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അതായത് പൂരിത ഹൈഡ്രോ കാർബണുകളുടെ രാസപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അപൂരിത ഹൈഡ്രോ കാർബൺസിന്റെ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലേക്ക് വരാം. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ് കാർബൺസ്, അതായത് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ, അതായത് കാർബൺ സിംഗിൾ ബോണ്ട് C വരുന്ന ഹൈഡ്രോ കാർബൺസ് ആണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണുകൾ. അപ്പോൾ നമുക്ക് അൺസാച്ചുറേറ്റഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് C, അതായത് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, അതുപോലെ തന്നെ C ട്രിപ്പിൾ ബോണ്ട് C, അതായത് കാർബൺ ത്രിബന്ധനം കാർബൺ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആരുടെ കേസിൽ വരുന്നുണ്ട്? അൺസാച്ചുറേറ്റഡിന്റെ കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്റെ കേസിൽ വരുന്ന റിയാക്ഷൻ ആണ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആദേശരാസ പ്രവർത്തനങ്ങൾ. ഓക്കെ, ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആദേശരാസ പ്രവർത്തനങ്ങൾ.
അപ്പോൾ നമ്മൾ പഠിച്ചു ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസിനകത്ത് നമ്മുടെ 9th ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ് ആണ്. അതിനകത്ത് ആൽക്കെയിൻസിനകത്താണ് നമ്മൾ സിംഗിൾ ബോണ്ടഡ് ആയിട്ട് വരുന്നത്. അതായത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ് ആൽക്കെയിൻസ്. അപ്പോൾ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു. എന്താണ്? അൺസാച്ചുറേറ്റഡും സാച്ചുറേറ്റഡിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. അതിനകത്ത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലാണ് എന്ത് നടക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ അത് നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്കറിയാം ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, അതായത് നമ്മുടെ CH4. ഓക്കെ, നമുക്കറിയാം ഇതാരാണെന്ന് അറിയാം, മീഥെയ്ൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു കാർബണും എത്ര ഹൈഡ്രജനും 4 ഹൈഡ്രജനുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. അതായത് കാർബൺ, ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മീഥെയ്ന്റെ സ്ട്രക്ചർ. ഓക്കെ, മീഥെയ്ൻ. അപ്പോൾ ഈ മീഥെയ്നെ നമ്മൾ ഒരു കോമ്പൗണ്ടുമായിട്ട്, അതായത് നമ്മൾ ഇവിടെ കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ മോളിക്യൂൾ, കോമ്പൗണ്ട് ഓർ മോളിക്യൂൾ. ഓക്കെ, മോളിക്യൂളിനെ നമ്മൾ എടുത്തു. ഓക്കെ, മോളിക്യൂൾ. അപ്പോൾ ഇവിടെ സൺലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ക്ലോറിൻ മീഥെയ്നുമായിട്ട് റിയാക്ട് ചെയ്യും. സൺലൈറ്റിന്റെ പ്രസൻസിൽ നമ്മുടെ ക്ലോറിൻ മീഥെയ്നുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ക്ലോറിൻ ആറ്റം നമ്മുടെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. അതായത് മീഥെയ്ൻ എന്നുള്ള കോമ്പൗണ്ടിലെ ഹൈഡ്രജനെ അത് എന്ത് ചെയ്യിക്കും? ഡിസ്പ്ലേസ് ചെയ്യിക്കും അല്ലെങ്കിൽ ആദേശം ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ മീഥെയ്നിൽ ക്ലോറിനുമായിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ രാസപ്രവർത്തനം നടന്നല്ലെങ്കിൽ റിയാക്ഷൻ നടന്നിട്ട് ഫസ്റ്റ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യിക്കും അല്ലെങ്കിൽ ആദേശം ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോഡക്റ്റിലേക്ക് നോക്കാം. ഫസ്റ്റ് വേറെ ചേഞ്ച് ഒന്നുമില്ല. സി ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജനെ ഏത് നമ്മുടെ ക്ലോറിൻ ആറ്റം വന്ന് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലോറിൻ ആറ്റമായി, ഇവിടുന്ന് പോയ ഹൈഡ്രജനും ഇവിടെ ഉള്ള ഈ ക്ലോറിൻ ആറ്റവും കൂടി ചേർന്നിട്ട് HCl ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് CH3Cl, CH3Cl പ്ലസ് എന്താണ്? HCl ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത നമ്മുടെ റിയാക്റ്റന്റ് എന്ന് പറയുന്നത് മീഥെയ്ൻ, അതിനോടൊപ്പം റിയാക്ട് ചെയ്തത് ക്ലോറിൻ മോളിക്യൂൾ ആയിരുന്നു. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് റിയാക്ഷൻ നടന്നപ്പോൾ ക്ലോറിൻ ഹൈഡ്രജൻ ആറ്റത്തെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ നമുക്ക് CH3Cl പ്ലസ് HCl. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിലേക്ക് നോക്കിയാൽ ഇവിടെ ഒരു ക്ലോറിൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ നെയിം നോക്കാം, ക്ലോറോ മീഥെയ്ൻ. ക്ലോറോ മീഥെയ്ൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ പ്രോഡക്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ പ്രോഡക്റ്റ് ക്ലോറോ മീഥെയ്ൻ പ്ലസ് എന്താണ്? HCl ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ്, അതായത് ക്ലോറോ മീഥെയ്നെ, അതായത് നമ്മുടെ CH3Cl-നെ എഗെയിൻ നമ്മൾ വീണ്ടും ക്ലോറിൻ മോളിക്യൂളുമായി റിയാക്ട് ചെയ്യും. എഗെയിൻ നമ്മൾ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ ക്ലോറിൻ ആറ്റം എന്ത് ചെയ്യും? നമ്മുടെ സെക്കൻഡ് ഹൈഡ്രജനെ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യിക്കും അല്ലെങ്കിൽ ആദേശം ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ CH, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടായ ക്ലോറിൻ. നെക്സ്റ്റ് ഇവിടുന്ന് ഡിസ്പ്ലേസ് ആയിട്ട് ക്ലോറിൻ അവിടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. CH2Cl2 CH2Cl2 പ്ലസ് കോമൺ പ്രോഡക്റ്റ് HCl. CH2Cl2 പ്ലസ് എന്താണ്? HCl. അപ്പോൾ നമുക്ക് ഇതിന്റെ
നെയിം നോക്കാം, ഇവിടെ നോക്കാം എത്രയാണ് 2 ക്ലോറിൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡൈക്ലോറോ എന്താണ്? മീഥെയ്ൻ. ഡൈക്ലോറോ മീഥെയ്ൻ പ്ലസ് എന്താണ്? HCl ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ പ്രോഡക്റ്റിന്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈക്ലോറോ മീഥെയ്ൻ പ്ലസ് HCl ആണ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പിലേക്ക് വരാം. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ പ്രോഡക്റ്റ് നമുക്കറിയാം ഡൈക്ലോറോ മീഥെയ്ൻ ആണ്. ഡൈക്ലോറോ മീഥെയ്നെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലോറിൻ മോളിക്യൂൾ കൊണ്ട് തന്നെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. ക്ലോറിൻ ആറ്റം വന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ ഹൈഡ്രജൻ, അതായത് മീഥെയ്നിലുള്ള മൂന്നാമത്തെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് നോക്കാം. പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് കാർബൺ മാറ്റമൊന്നുമില്ല, അടുത്ത താഴെ ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജനെ ആര് വന്ന് ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു? ക്ലോറിൻ ആറ്റം വന്ന് ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇവിടുത്തെ ഹൈഡ്രജൻ ഈ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് HCl ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എഴുതാം. പ്രോഡക്റ്റിന്റെ നെയിം എഴുതാം. നോക്കിക്കേ, കാർബൺ C അതുപോലെ ഉണ്ട്, അതുപോലെ തന്നെ H ഉണ്ട്, CHCl എത്രയുണ്ട്? 1 2 3 CHCl3 പ്ലസ് എന്താണ്? HCl ആണ്. CHCl3 പ്ലസ് HCl ആണ്. അപ്പോൾ നമുക്ക് നെയിം നോക്കാം. ട്രൈക്ലോറോ, അതായത് എത്ര ക്ലോറിൻ ആറ്റം? 3. ഓക്കെ, അപ്പോൾ ട്രൈക്ലോറോ എന്താണ്? മീഥെയ്ൻ ആണ്. ട്രൈക്ലോറോ മീഥെയ്ൻ. പിന്നീട് HCl, അതായത് ട്രൈക്ലോറോ മീഥെയ്നെ നമുക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ക്ലോറോഫോം ആണ്. ഓക്കെ, ട്രൈക്ലോറോ മീഥെയ്ൻ അഥവാ എന്താണ്? ക്ലോറോഫോം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ പ്രോഡക്റ്റ് ട്രൈക്ലോറോ മീഥെയ്ൻ അഥവാ ക്ലോറോഫോം. ഇനി നമ്മുടെ ഈ റിയാക്ഷനിലെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നോക്കാം. അതായത് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പാണ്. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എടുത്തുകൊണ്ടുവരുന്ന പോലെ തന്നെ നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ നമ്മുടെ പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ട്രൈക്ലോറോ മീഥെയ്ൻ. ഓക്കെ, ട്രൈക്ലോറോ മീഥെയ്നെ നമ്മൾ അഗെയിൻ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മുടെ ക്ലോറിൻ ആറ്റം വന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ലാസ്റ്റ് ഹൈഡ്രജനെയും എന്ത് ചെയ്യിക്കും? ഡിസ്പ്ലേസ് ചെയ്യിക്കും, അല്ലെങ്കിൽ ആദേശം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് Cl, അതായത് എല്ലാ ഹൈഡ്രജൻ ആറ്റവും എന്തായി പോയി? ഡിസ്പ്ലേസ് ആയി പോയി. ഫൈനലി നമുക്ക് കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇവിടുന്ന് പോയ ഹൈഡ്രജൻ ഈ ക്ലോറിൻ ആറ്റവുമായിട്ട് റിയാക്ട് ചെയ്തു, കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? HCl ആണ്. അപ്പോൾ നമുക്ക് നെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. എന്താണ്? CCl4 അഥവാ കാർബൺ ടെട്രാ ക്ലോറൈഡ്. ആണ്. CCl4 അഥവാ കാർബൺ ടെട്രാ ക്ലോറൈഡ്. നമുക്ക് ഇതിനെ എന്തെന്നും പറയാം? ടെട്രാക്ലോറോ മീഥെയ്ൻ എന്നും പറയാം. ടെട്രാക്ലോറോ മീഥെയ്ൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് ആരെ കിട്ടി? കാർബൺ ടെട്രാക്ലോറൈഡ് അല്ലെങ്കിൽ ടെട്രാക്ലോറോ മീഥെയ്നെ കിട്ടി. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശരാസ പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മോളിക്യൂളിലെ ആറ്റം ഗ്രൂപ്പ്സിനെയോ നമ്മൾ മറ്റൊരു മോളിക്യൂൾ വെച്ചിട്ട് ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദേശം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള റിയാക്ഷൻസിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആദേശരാസ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് മീഥെയ്ൻ ആയിരുന്നു. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈഥെയ്ൻ ആണ്. അതാ നമ്മുടെ CH3 സിംഗിൾ ബോണ്ട് CH3. ഇതും എന്താണ് നമുക്കറിയാം? സിംഗിൾ ബോണ്ടഡ് ആണ്, സാച്ചുറേറ്റഡ് ആണ്,
ആൽക്കെയിൻസിന്റെ കേസിൽ വരുന്നതാണ്. CH3 സിംഗിൾ ബോണ്ട് CH3. ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, C2H6 ഈഥെയ്ൻ ആണ്. C2H6 ഈഥെയ്ൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഈഥെയ്ൻ മോളിക്യൂളിലേക്ക് നമ്മൾ അഗെയിൻ നമ്മൾ ആരെ തന്നെ ക്ലോറിൻ മോളിക്യൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിയാക്ഷൻ നടത്തുകയാണ്. ക്ലോറിൻ മോളിക്യൂൾ, അതായത് നമ്മുടെ Cl2 സൺലൈറ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്, അഥവാ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെയും മറ്റേതുപോലെ തന്നെ, അതായത് നമ്മുടെ ക്ലോറിൻ മോളിക്യൂളിലെ ക്ലോറിൻ ആറ്റം ചെന്നിട്ട് നമ്മുടെ ഈഥെയ്നില് ടോട്ടൽ 6 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഫസ്റ്റ് ഹൈഡ്രജനെ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ക്ലോറിൻ ആറ്റം ചെന്നിട്ട് നമ്മുടെ H6 അഥവാ നമ്മുടെ 6 ഹൈഡ്രജൻ ആറ്റംസിൽ നിന്ന് ഫസ്റ്റ് ഹൈഡ്രജനെ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ ആദേശം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലേക്ക് നോക്കാം, C2. ഓക്കെ, നെക്സ്റ്റ് H6 ഉണ്ടായിരുന്നതായിരുന്നു, അവിടേക്ക് ആരെത്തി, ക്ലോറിൻ ആറ്റം എത്തി ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് അവിടെ എന്തായി, H6 എന്നുള്ളത് H5 ആയി, C2H5. അപ്പോൾ വന്ന Cl ക്ലോറിൻ ആറ്റവും കൂടി ആയപ്പോൾ C2H5Cl പ്ലസ് നമുക്ക് അറിയാം കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഇവിടുന്ന് പോയ ഹൈഡ്രജനും ഇവിടുത്തെ ക്ലോറിൻ ആറ്റവും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറി, HCl ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ഹൈഡ്രജനെ ആര് വന്ന് ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു, ക്ലോറിൻ ആറ്റം വന്ന് ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു. പ്രോഡക്റ്റ് C2H5Cl പ്ലസ് എന്താണ്, HCl ആണ്. C2H5Cl നമുക്കറിയാം എന്തായിരിക്കും പ്രോഡക്റ്റിന്റെ നെയിം. ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, 2 കാർബൺ, എത്ര ഹൈഡ്രജൻ ആറ്റംസ്, 5 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ക്ലോറോ ഈഥെയ്ൻ, പ്രോഡക്റ്റ് ക്ലോറോ ഈഥെയ്ൻ ആണ്, പ്ലസ് നമ്മുടെ കോമൺ പ്രോഡക്റ്റ് എന്താണ്, HCl ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നമ്മുടെ പ്രോഡക്റ്റ് ക്ലോറോ ഈഥെയ്ൻ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ പ്രോഡക്റ്റ് അഥവാ നമ്മുടെ എന്താണ്, ക്ലോറോ ഈഥെയ്ൻ C2H5Cl നമ്മൾ അഗെയിൻ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ആരുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ആരുടെ സാന്നിധ്യത്തിൽ രാസപ്രവർത്തനം നടക്കുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുന്ന ആരുടെ പ്രസൻസിലാണ്, സൺലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ക്ലോറിൻ ആറ്റം നമ്മുടെ നെക്സ്റ്റ് ഹൈഡ്രജനെ എന്ത് ചെയ്യിക്കും, ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള 5 ഹൈഡ്രജൻ ആണ്, ക്ലോറിൻ ആറ്റം വന്നിട്ട് 5ൽ നിന്ന് ഒന്നിനെയും കൂടി എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് 5 എന്നുള്ളത് എത്രയാവും, 1 പോയി കഴിഞ്ഞാൽ 4 ആയി. അപ്പോൾ C2 കാർബൺ ആറ്റംസിന് മാറ്റമൊന്നുമില്ല, C2H4Cl. ഇവിടെ ഓൾറെഡി ഒരു Cl നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ നടന്നപ്പോൾ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഒരു ക്ലോറിനും കൂടി അങ്ങോട്ട് ആഡ് ആവും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, C2H4Cl2 പ്ലസ് നമുക്കറിയാം ഇവിടുന്ന് പോയ ഹൈഡ്രജനും ഈ ക്ലോറിനും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടി, HCl കിട്ടി. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിന്റെ നെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര ക്ലോറിൻ ആറ്റം ഉണ്ട്, 2 ക്ലോറിൻ ആറ്റം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈ ക്ലോറോ, 2 വന്നു കഴിഞ്ഞാൽ ഡൈ ആണ്, അപ്പോൾ ഡൈ ക്ലോറോ, 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. ഡൈ ക്ലോറോ എന്താണ്, നമ്മുടെ ഈഥെയ്ൻ ആണ്. ഡൈക്ലോറോ ഈഥെയ്ൻ പ്ലസ് എന്താണ്, HCl ആണ്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ ഡൈക്ലോറോ ഈഥെയ്നിനെ നമ്മൾ അഗെയിൻ ക്ലോറിൻ മോളിക്യൂളുമായി റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, C2H4Cl2 പ്ലസ് എന്താണ്, Cl2, അതായത് ക്ലോറിൻ മോളിക്യൂൾ സൺലൈറ്റിന്റെ
പ്രസൻസിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ രാസപ്രവർത്തനത്തിന് വിധേയമായി നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മാറ്റമൊന്നുമില്ല, C2. ഓക്കെ, ഇവിടെ H4 അഥവാ 4 ഹൈഡ്രജൻ അതിലേക്ക് നമ്മുടെ ഡിസ്പ്ലേസ് ചെയ്യിക്കാനായിട്ട് അങ്ങോട്ട് ആര് വരികയാണ്? നമ്മുടെ ക്ലോറിൻ ആറ്റം വരികയാണ്. അവിടെ H4 എന്നുള്ളത് 1 ക്ലോറിൻ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പോൾ ബാക്കി എത്രയായി? അവിടെ C2H3. C2H3 ഒരു Cl കൂടി അങ്ങോട്ട് ആഡായി Cl2 എന്നുള്ളത് എത്രയാവും? Cl3. ഓക്കെ, C2H3Cl3 ആണ്. C2H3Cl3 പ്ലസ് നമ്മുടെ കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്താണ്? HCl ആണ്. കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് HCl. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റിന്റെ നെയിമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എത്ര ക്ലോറിൻ ആണ്? 3 ക്ലോറിൻ ആറ്റംസ് ആണ്. അപ്പോൾ നമുക്കതിനെ ട്രൈക്ലോറോ എന്താണ്? ഈഥെയ്ൻ ആണ്. ട്രൈക്ലോറോ ഈഥെയ്ൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് നോക്കാം. C2H3Cl3 പ്ലസ് നമ്മുടെ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യാണ്. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ പ്രോഡക്റ്റ് ആണ് C2H3Cl3 അഥവാ ട്രൈക്ലോറോ എന്താണ്? ഈഥെയ്ൻ ആണ്. ട്രൈക്ലോറോ ഈഥെയ്ൻ Cl2 മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലേക്ക് വരാം. ഈ ക്ലോറിൻ എന്ത് ചെയ്യും? നമ്മുടെ ബാക്കി നിൽക്കുന്ന ഒരു ഹൈഡ്രജനെയും കൂടി ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചിട്ട് പ്രോഡക്റ്റ് എന്തായിട്ട് കിട്ടും? C2H3 എന്നുള്ളത് ഒരു ക്ലോറിൻ വന്ന ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ച് എന്തായിട്ട് മാറി? H2. C2H2 പിന്നെ ബാക്കി നമുക്ക് വന്ന ക്ലോറിൻ ആഡ് ചെയ്തു. അപ്പോൾ C2H2Cl4 പ്ലസ് എന്താണ്? HCl ആണ്. ഓക്കെ, അപ്പൊ പ്രോഡക്റ്റിന്റെ നെയിം നമുക്കറിയാം എന്താണ്? ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ടോ നോക്കിയാൽ മനസ്സിലാവും. എന്താണ്? 4 ക്ലോറിൻ. അപ്പോൾ ടെട്രാക്ലോറോ, 4 ആയതുകൊണ്ട് ടെട്രാക്ലോറോ എന്താണ്? ഈഥെയ്ൻ ആണ്. ടെട്രാക്ലോറോ ഈഥെയ്ൻ പ്ലസ് കോമൺ പ്രോഡക്റ്റ് HCl. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് വരാം. C2H2Cl4 അഥവാ ടെട്രാക്ലോറോ ഈഥെയ്നെ നമ്മൾ റിയാക്റ്റന്റ് ആയിട്ട് എടുക്കുകയാണ്. C2H2Cl4 പ്ലസ് അഗൈൻ നമ്മുടെ മോളിക്യൂൾ ക്ലോറിൻ Cl2 സൺലൈറ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ എന്നറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ 2 ഹൈഡ്രജൻ, ഈ സ്റ്റെപ്പിൽ നമ്മുടെ ക്ലോറിൻ വന്നിട്ട് എന്ത് ചെയ്യും? ഈ നിന്ന് അതായത് 2 ഹൈഡ്രജൻ ഉള്ളതിൽ നിന്ന് ഒന്നിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകും. അപ്പോൾ C2 മാറ്റമില്ല, C2H2 എന്നുള്ളത് H ആയി. ഓക്കെ, ഇവിടെ Cl4 ആയിരുന്നു, ഒരു ക്ലോറിൻ ആറ്റം ആഡായി Cl5. C2HCl5 പ്ലസ് നമ്മുടെ കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് HCl ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിന്റെ നെയിം നോക്കാം. ഇവിടെ 5 ക്ലോറിൻ, പെൻഡ 5 നമുക്കറിയാം, പെൻഡാ ക്ലോറോ ഈഥെയ്ൻ ആണ്. പിന്നീട് കോമൺ പ്രോഡക്റ്റ് HCl. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരാം. C2HCl5 അഥവാ പെന്റാക്ലോറോ ഈഥെയ്നെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിൽ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു സൺലൈറ്റിന്റെ പ്രസൻസിൽ. അതായത് C2HCl5 പ്ലസ് Cl2 മോളിക്യൂള് സൺലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുകയാണ്. C2 മാറ്റമൊന്നുമില്ല. നമ്മുടെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ ആറ്റം വന്ന് ലാസ്റ്റ് ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ C2 പിന്നീട് അവിടെ ഹൈഡ്രജൻ ആറ്റം ഇല്ല, C2Cl6 പ്ലസ് ഇവിടുന്ന് പോയ ഹൈഡ്രജനും ഈ ക്ലോറിനും കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് HCl പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന്റെ നെയിം നമുക്ക് പറയാൻ പറ്റും ഹെക്സാക്ലോറോ ഈഥെയ്ൻ. ഹെക്സാക്ലോറോ ഈഥെയ്ൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഹെക്സാക്ലോറോ ഈഥെയ്ൻ. ഓക്കെ, നമുക്ക് സെക്കൻഡ് റിയാക്ഷനിലേക്ക് വരാം. അഡീഷൻ റിയാക്ഷൻസ്.
അഡീഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ അഡീഷൻ രാസപ്രവർത്തനം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺസിന്റെ ഒരു റിയാക്ഷൻ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഏതായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസ പ്രവർത്തനമായിരുന്നു. ഇനി നമുക്കറിയാം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും അതുപോലെ തന്നെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടും വരുന്ന കേസുണ്ട്. ഓക്കെ, അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്റെ കേസിൽ കാർബൺ കാർബൺ ദ്വിബന്ധനവും അതുപോലെ തന്നെ കാർബൺ കാർബൺ ത്രിബന്ധനവും വരുന്ന കേസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലോട്ട് വരാം. ഫസ്റ്റ് നമുക്കറിയാം ഡബിൾ ബോണ്ടഡ് ആവുമ്പോൾ അത് ആൽക്കീൻ ആയിരിക്കും, അതായത് ആൽക്കീൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അതായത് നമുക്ക് മനസ്സിലായി CH2 ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് സ്ട്രക്ചർ ആയിട്ട് ഘടനാരൂപത്തിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. CH2 ഡബിൾ ബോണ്ട് C ഇങ്ങനെ എഴുതാം H2. അതായത് നമ്മുടെ ആരാണിത്? ഈഥീൻ മോളിക്യൂൾ ആണ്. ഈ ഈഥീൻ മോളിക്യൂളിനെ നമ്മൾ മറ്റൊരു മോളിക്യൂളുമായിട്ട് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, അതായത് നമ്മളിവിടെ ഹൈഡ്രജൻ ആണ് നമ്മുടെ മോളിക്യൂൾ, നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. ഈ ഹൈഡ്രജൻ മോളിക്യൂളിനെ നമ്മൾ ഈഥീൻ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അതായത് നമുക്ക് എന്തിന്റെ പ്രസൻസിലാണ്? നിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ നിക്കൽ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ H2 മോളിക്യൂൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ തന്മാത്ര നമ്മുടെ ഈഥീനിലുള്ള ഡബിൾ ബോണ്ടിനെ ക്ലീവ് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂള് ഈഥീനിലുള്ള ഡബിൾ ബോണ്ടിനെ അല്ലെങ്കിൽ ദ്വിബന്ധനത്തെ മുറിച്ച് എന്താക്കും? സിംഗിൾ ബോണ്ടഡ് ആയിട്ട് മാറ്റും. അതായത് നമുക്കറിയാം കാർബണിന്റെ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. കാർബണിന്റെ സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. നമ്മൾ ഏതൊരു സ്ട്രക്ചർ എഴുതിയാലും അല്ലെങ്കിൽ ഏതൊരു ഘടന നമ്മൾ എഴുതിയാലും അതിലുള്ള കാർബൺ ആറ്റംസിനെല്ലാം വാലൻസി എത്ര തന്നെ ആയിരിക്കണം? 4 തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഈഥീൻ മോളിക്യൂള് ഹൈഡ്രജൻ മോളിക്യൂൾ വന്നിട്ട് എന്ത് ചെയ്യും? ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് അത് സിംഗിൾ ബോണ്ടിലേക്ക് മാറും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു. അപ്പോൾ H2 മോളിക്യൂൾ വന്നു, എന്തായി? CH3 സിംഗിൾ ബോണ്ട് CH3. അഥവാ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ കാർബണിന്റെ വാലൻസി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 1 E3 3+1 ഈ ബോണ്ട് കൂടെ ആയപ്പോൾ എത്രയായി? 4 ആയി. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ 3 ഹൈഡ്രജൻ ഈ ബോണ്ട്. അപ്പോൾ സെക്കൻഡ് കാർബണിന്റെ കേസിലും വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്ര തന്നെയാണ്? 4 തന്നെയാണ്. ഇതിനെ നമുക്ക് ഘടനാരൂപത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചർ രൂപത്തിലേക്ക് മാറ്റിയാൽ CH3 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ എല്ലായിടത്തും എന്ത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിനെ എങ്ങനെ മാറ്റാം? ഈഥീൻ ആയിരുന്നു, ഹൈഡ്രജൻ മോളിക്യൂളിനെ നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ നിക്കൽ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഈഥൈനെ കിട്ടി അല്ലെങ്കിൽ ഈഥൈൻ മോളിക്യൂളിനെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ അഥവാ നമ്മുടെ അഡീഷൻ റിയാക്ഷൻസിൽ അല്ലെങ്കിൽ അഡീഷൻ രാസപ്രവർത്തനത്തിൽ നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനെ നമ്മളൊരു മോളിക്യൂളിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ നിക്കൽ കാറ്റലിസ്റ്റിന്റെ അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് സാച്ചുറേറ്റഡ്
മോളിക്യൂൾ ആക്കി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആക്കി മാറ്റുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈഥീൻ CH2 ഡബിൾ ബോണ്ട് CH2 ഹൈഡ്രജൻ മോളിക്യൂളിനെ നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അഥവാ നിക്കൽ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ രാസപ്രവർത്തനത്തിന് വിധേയമാക്കി നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ഈഥൈനാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഒരു എക്സാമ്പിൾ, അതായത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അൺസാച്ചുറേറ്റഡിന്റെ കേസിൽ ഡബിൾ ബോണ്ടഡ് ആയിട്ടും ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ട് വരുന്ന കോമ്പൗണ്ട്സിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടഡിനെ കണ്ടു. ഇനി നമുക്ക് ട്രിപ്പിൾ ബോണ്ടഡ്, അതായത് കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ, അതായത് നമ്മുടെ എന്താണ് ആൽക്കൈൻസ് ആണ്, YNE, അതായത് ആൽക്കൈൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിളിലേക്ക് വരാം. CH ട്രിപ്പിൾ ബോണ്ട് CH, അഥവാ നമുക്കറിയാം എന്താണ് ഈഥൈൻ ആണ്. ഓക്കെ, CH ട്രിപ്പിൾ ബോണ്ട് CH. അപ്പോൾ ഇതിനെ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഹൈഡ്രജൻ മോളിക്യൂൾ നമ്മുടെ ഈഥൈനിലെ ട്രിപ്പിൾ ബോണ്ടിനെ എന്ത് ചെയ്യിക്കുന്നു, ബ്രേക്ക് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ക്ലീവ് ചെയ്ത് അല്ലെങ്കിൽ മുറിക്കുന്നു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്ന പ്രോഡക്റ്റ്, അതായത് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനം മുറിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താവും, ഡബിൾ ബോണ്ട് ആവും. ഡബിൾ ബോണ്ട് ആവുമ്പോൾ അതെന്തായിട്ട് മാറുന്നില്ല, സാച്ചുറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പൂരിതമാകുന്നില്ല. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, പൂരിത ഹൈഡ്രോ കാർബണിനെ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനെയാണ് അഡിഷൻ റിയാക്ഷൻസിലൂടെ നമുക്ക് പ്രോഡക്റ്റിൽ കിട്ടേണ്ടത്. അപ്പോൾ നോക്കിക്കേ, CH ട്രിപ്പിൾ ബോണ്ട് CH ഈഥൈൻ ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ രാസപ്രവർത്തനം നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ ഹൈഡ്രജൻ മോളിക്യൂൾ വന്നു, ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനം മുറിഞ്ഞു, ഡബിൾ ബോണ്ടഡ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ഹൈഡ്രജൻ നമ്മുടെ ഫസ്റ്റ് കാർബണിലേക്കും മറ്റേ ഹൈഡ്രജൻ നമ്മുടെ രണ്ടാമത്തെ കാർബണിലേക്കും അറ്റാച്ച് ചെയ്യും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 നമ്മൾ കണ്ടിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈഥീൻ ആണ്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈഥീൻ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്തിനെ കിട്ടിയില്ല, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സെക്കൻഡ് എക്സാമ്പിളിൽ നമുക്ക് സാച്ചുറേറ്റഡിനെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ഈഥീൻ മോളിക്യൂളിനെ എഗൈൻ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം, നമ്മുടെ ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ നോക്കാം, CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീൻ മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിലേക്ക് വരാം. ഹൈഡ്രജൻ മോളിക്യൂൾ വന്ന് നമ്മുടെ CH2 ഡബിൾ ബോണ്ട് CH2നെ ക്ലീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളിൽ കണ്ടതുപോലെ തന്നെ സെയിം സ്റ്റെപ്പാണ് ഇവിടെയും. നോക്കാം, CH2 എന്നുള്ളത് എന്തായി, ഈ വന്ന ഹൈഡ്രജൻ ആറ്റം ഫസ്റ്റ് കാർബണിലേക്ക് വന്നു, CH3 സിംഗിൾ ബോണ്ട് സെക്കൻഡ് കാർബണിലേക്ക് നെക്സ്റ്റ് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തു, CH3, അതായത് CH3 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായി മാറി, സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറി. ആ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആര്, ഈഥൈൻ. ഓക്കെ, അപ്പോൾ അഡിഷൻ റിയാക്ഷൻസിലൂടെ നമ്മൾ കണ്ടത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെ മറ്റൊരു മോളിക്യൂളുമായിട്ട് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ രാസപ്രവർത്തനത്തിന് വിധേയമാക്കിയാൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിന് വിധേയമാക്കിയാൽ നമുക്ക് ആരെ കിട്ടണം, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ അഡിഷൻ റിയാക്ഷൻസിലൂടെ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും അഡിഷൻ റിയാക്ഷൻസുമാണ്. നമ്മളിനി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസിന്റെ കമ്പസ്റ്റൻ, പിന്നെ സം ഇമ്പോർട്ടൻ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അങ്ങനെ തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോയത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.